ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും, വണ്ടിയൊന്നും അത് എടുക്കാറില്ല. അപ്പോൾ വണ്ടി നമുക്ക് ആ ടൈമിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം. ഗൈസ്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ പണി കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ V3 ഷോറൂമിലാണ് സർവീസിന് കൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് ലോക്ക്ഡൗൺ ആയത്. അപ്പോൾ വണ്ടി എന്തായാലും ഓണൊന്നും ആകില്ല, ഒരു മാസത്തേക്ക് ഓണൊന്നും ആകില്ല വണ്ടി അങ്ങനെ തന്നെ വെച്ചത്. അപ്പോൾ ടയറിനും അതേപോലെ തന്നെ എൻജിനൊക്കെ ചെറിയ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ എൻ്റെ ഈ വണ്ടി എങ്ങനെ സുരക്ഷിതമായിട്ട് വെക്കാമെന്നുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള വണ്ടി പരമാവധി സുരക്ഷിതമായിട്ട് വെക്കാം, അങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാമെന്നുള്ള ഡീറ്റെയിലാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക ഡെയിലി അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ അതേപോലെ ഒന്നും ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ വണ്ടി മെയിനായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, തുടച്ച് ചെയിൻ ലൂബ് ചെയ്യാനുള്ള വണ്ടിയാണ് ചെയിൻ ലൂബ് ചെയ്യുക, എയർ പ്രഷർ ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ടയർ നോക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ എടുക്കാണ്ട് നമ്മൾ സൈഡ് സ്റ്റാൻഡിട്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ടയർ വിള്ളലുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 2 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി വയ്ക്കാം. ടയർ ഒരു സൈഡിൽ തന്നെ വയ്ക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി വയ്ക്കുക. അതേപോലെ തന്നെ പരമാവധി സെൻറ്റർ സ്റ്റാൻഡുള്ള വണ്ടികൾക്കാണെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ട് തന്നെ വണ്ടി വയ്ക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നേരത്തെ പറയുകയാണെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയാലും കാർബറേറ്റർ ആയാലും ഏത് വണ്ടി ആയാലും ജസ്റ്റ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ജസ്റ്റ് ഒരു 2 ദിവസം കൂടുമ്പോൾ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. അത് എഞ്ചിനായിട്ട് നല്ലതാണ്. എഞ്ചിൻ ഒരിക്കലും കൂളായിട്ട് കിടന്നു കഴിഞ്ഞാൽ എഞ്ചിൻ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടി എഞ്ചിൻ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 2 ദിവസം കൂടുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി വയ്ക്കുക. പിന്നെ ഈ എയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ പൊടിയെടുത്ത് തുരുമ്പെടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞത്. ജസ്റ്റ് നമ്മൾ ഒരു തവണ വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് മൂടുക. വണ്ടി പരമാവധി വെയിലത്തിനൊക്കെ മാറ്റി വെച്ചിട്ട് സേഫായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് മൂടി വയ്ക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇത്ര നാളൊക്കെ വെച്ചേക്കുമ്പോൾ ഒരു ടാങ്ക് കപ്പാസിറ്റി ഇത്ര മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കൊറോഷൻ നടക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ലിറ്റർ കപ്പാസിറ്റി എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുൾ ടാങ്ക് അല്ലെങ്കിലും പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇന്ധനം അടിച്ച് വണ്ടി സൂക്ഷിക്കുക. പിന്നെ നമ്മൾ എന്തായാലും സാധനങ്ങൾ കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടി എന്തായാലും നമ്മൾ പുറത്തോട്ട് പോകും. ജസ്റ്റ് പമ്പിലോ അവിടെ എവിടെയെങ്കിലും കയറിയിട്ട് വണ്ടി എയർ പ്രഷർ എന്താണെന്ന് ചെക്ക് ചെയ്യുക. അത് മെയിനായിട്ട് എയർ പ്രഷർ ചെക്ക് ചെയ്യുക. പിന്നെ ഈ പറയുന്നത് ടാങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്ന വണ്ടികൾക്ക് ടാങ്ക് കപ്പാസിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതേസപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്.